ബിഗ് ബോസ് ലൈവിൽ അനുമോള്, മസ്താനി, ലക്ഷ്മി, നിവിൻ ഇവർ 4 പേരും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അനുമോള് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മസ്താനി ചോദിക്കുന്നുണ്ട്, നിവിന് ഇവിടെ ഏറ്റവും കൂടുതൽ ജെന്യുവനായിട്ട് തോന്നിയത് ആരെയാണ്? അപ്പം നിവിൻ പറയുന്നത് സാബുമാനെയാണ് എനിക്ക് ജെന്യുവനായിട്ട് തോന്നുന്നത്. മസ്താനി ലക്ഷ്മിയും കൂടി പറഞ്ഞ് വൈൽഡ് കാർഡ് അല്ലാതെ ഇവിടെയുള്ള കണ്ടസ്റ്റൻറ്റുകളിൽ ഏറ്റവും ജെന്യുവനായിട്ട് തോന്നുന്ന ആരെയാണ്? അന്നേരം പറയുന്നത് ഒനിൽ ചേട്ടനാണ് എനിക്ക് തോന്നുന്നത് ജെന്യുവനായിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തി. പിന്നെ ഏറ്റവും ഫേക്കായിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അതെൻ്റെ മുമ്പിൽ നിന്നതാണ് ദോശ ചുടുന്നത്. അത് ദോശ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അനുമോളാണ്. അനുമോളെ ചൂണ്ടിയാണ് നിവിൻ അങ്ങനെ പറയുന്നത്. അതിനൊപ്പം തന്നെ നിവിൻ പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത ഒരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനമാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേക്കായിട്ട് കളിക്കുന്ന ഒരു സാധനം ആ ദോശ ഇടുന്നതാണ് എന്ന് തമാശ രൂപേണ കുറച്ച് സമയം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നത് ഏറ്റവും ഫേക്കായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി അപ്പാനി ശരത്താണ്. കാരണം ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് പറഞ്ഞു, എന്നിട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെ അടുത്ത് വന്നിട്ട് വേറൊന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 ഡബിൾ സ്റ്റാൻഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏറ്റവും വലിയ ഫേക്ക് അപ്പാനി ശരത്താണെന്ന്. നിവിൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട്, അപ്പാനി ശരത്തല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് അയാൾ മാത്രമല്ല ഇവിടെ കുറേ പേര് ഫേക്കാണ്, അതൊന്നും ഞാൻ പേര് പറയുന്നില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. നില തെറ്റി അങ്ങോട്ടേക്ക് നിൽക്കുന്ന അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നാടകം എന്ന് പറയാനായിട്ട് വേറെ ആരുമില്ല. ഇവിടെ ജെന്യുവനാണല്ലോ. ആ എല്ലാരും 20 പേരും ജെന്യുവനാണ്. ആയാ മതി. എന്തോ നിനക്ക് ഇവിടെ ഏറ്റവും ജെന്യുവനായിട്ട് തോന്നിയത് ആരാ? ഇവിടെ എനിക്കിപ്പോ സാബുമാനാണ്. അത് വയൽക്കാർഡ്സ് അല്ലാതെ സാബുമാനോട് ഞാൻ ചോദിച്ചു, സാബു പ്രതിദൈവമേ നാട്ടുകാരെന്നൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നല്ലോ ദിവസം ചോദിച്ചു. ഒന്നും പറയല്ലേ. ഞാനങ്ങനെ അവരോട് പറഞ്ഞാൽ അവരെന്നെ അയ്യോ അങ്ങനെ ചെയ്തില്ലേ, അയ്യോ അങ്ങനെ ചെയ്തില്ല. അവൻ ഭയങ്കര ബോധോടാ, ഭീകര. ഇന്നലെ ഞങ്ങൾ അവിടെ റീസൺ പറയുന്ന സമയത്ത് എല്ലാരും പറഞ്ഞു ഒറ്റയൊക്കെ വിടുന്നു. സാബു പറയട്ടെ, സാബുന് പേടിയാ, അവരെ പിണക്കിയാ പിണങ്ങും, അവരെ പിണക്കിയാ പ്രശ്നം. ആദ്യം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, മാറി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്ന് പറയാനായിട്ട് അല്ല, എനിക്ക് അല്ല ഒരിക്കലും അല്ല. അതിന്റെ സ്വഭാവം എപ്പോഴാണ് മാറണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ജെനുവിനാണോന്ന് എനിക്ക് ഇപ്പൊ സംശയമുണ്ട്. അത് തോന്നും. ഇന്നലെ ഞാൻ രാത്രി വന്നപ്പോഴത്തേക്ക് എന്നെ ആട്ടി ഒരു കയ്യകത്തിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. അതല്ല, എനിക്ക് തോന്നുന്നത് ഒനിൽ ചേട്ടനാണ് എനിക്ക് അതായത് ഓപ്പൺ മൈൻഡഡ്. അതുകൊണ്ട് എനിക്ക് ഒനിൽ ചേട്ടനാണ് ഇഷ്ടം. പക്ഷെ ആ ഇഷ്ടം ഞാൻ പ്രകടിപ്പിക്കാറില്ല, അതാണ് രസം. ഒരു കയ്യാകല ഏറ്റവും ഫേക്ക് ആയിട്ട് തോന്നിയത് എനിക്ക് ഇതായിരുന്നു, ദോശ വരത്തോളം. അല്ല സീരിയസ് ആയിട്ട് പറ. എനിക്കിവിടെ ഏറ്റവും ഫേക്ക് ആയിട്ട് തോന്നിയത്, പക്ഷെ ഏറ്റവും ഫേക്കിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയും ഫേക്ക് ആയിരിക്കും. ഒടുക്കത്തെ അഭിനയമായിരിക്കും. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ള ആളുകളെയൊക്കെ കുറെ പേരെയൊക്കെ അറിയായിരിക്കുമല്ലോ. എനിക്കോ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ എനിക്ക് ആകെ സെലിബ്രിറ്റി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആകെ ഒരു വ്യക്തിനെ മാത്രമേ ഞാൻ പ്രൊഫൈൽ എടുത്ത് ചകഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരും പിന്നെ മസ്താനിനെ ആയിരുന്നു ഞാൻ സെലിബ്രിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ ഫാനായിരുന്നല്ലോ. സോറി, ഞാൻ മസ്താനിയുടെ ഫാനായിരുന്നല്ലോ. എനിക്ക് ആരും അറിയില്ലായിരുന്നു. എനിക്ക് ആരും അറിയത്തില്ലായിരുന്നു. ഈ ശൈത്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ടീച്ചറമ്മ വരുന്നുണ്ടല്ലോ. ശൈത്യ ഇവിടെ 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 നയൻതാര കളി വേണ്ട കേട്ടല്ലോ. ഇന്ന് വക്കീല എനിക്ക് ഒന്നും ഫേക്ക് ആയിട്ട് അപ്പാനി ശരത്ത് അപ്പനിയല്ലേ? എനിക്ക് ഒരുപാട് പേരുണ്ട്. ഞാൻ ഇവിടെ ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത്
ഇങ്ങോട്ടേക്ക് വാ. ഇങ്ങോട്ടേക്ക് വാ. ഈ ഇതിനൊന്നും ഒരിക്കലും ഈ അഭിപ്രായത്തിൽ പിന്മാറരുത്. എന്താ ഇത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു പോയിന്റില് ഞാൻ എന്റെ അടുത്താണ് പറഞ്ഞത്. ഇന്നലത്തെ ഉണ്ടാക്കിയതാണെങ്കിലും സ്ഥിരമൊക്കെ വിചാരിക്കുക രണ്ടുനേരം. അതുകൊണ്ട് എൻട്രി തന്നെ ഞാൻ നേരെ